Hello, good morning. Evaluation of limit extends to a fx. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ റൂള് മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ബൈ റാഷണലൈസേഷൻ റൂൾ 3 ആയിരുന്നു. അതിലൊരു എക്സാമ്പിളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത്. ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. സെക്കൻഡ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് മൈനസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ്. ഇതാ ടൈപ്പ് ഒരു പ്രോബ്ലമാണ്. എക്സ് ടെൻഡ് ചെയ്യുന്നത് 2ലേക്കാണ്. ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇപ്പൊ എക്സിന് 2 ഇട്ടാല് ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാം. 2 പ്ലസ് 2 4 ആവും. റൂട്ട് 4 2, 2 മൈനസ് 2 0, താഴെയും 2 മൈനസ് 2 0. പിന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഈ 0/0 അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് റാഷണലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കോമൺ ഫാക്ടർ മേലിൽ താഴെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതോടുകൂടി ഈ അവസ്ഥയിൽ നിന്ന് അത് മാറുകയും ചെയ്യും. അപ്പൊ അതിന് പറഞ്ഞ മെത്തേഡ് അതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതിന്റെ കോൺജുഗേറ്റ് എക്സ്പ്രഷൻ കൊണ്ട് മേലിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഉള്ളതിനൊരു ബ്രാക്കറ്റ് കൊടുത്തു. അടുത്ത ബ്രാക്കറ്റിൽ അതിന്റെ കോൺജുഗേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് 2 ആണ്. അപ്പോ ഡിനോമിനേറ്ററിൽ ഓൾറെഡി 2 മൈനസ് എക്സ് ഉണ്ട്. അതിനൊരു ബ്രാക്കറ്റിൽ ഇടുക. അടുത്ത ബ്രാക്കറ്റിൽ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് അതേ എക്സ്പ്രഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യാം. ഇതോടുകൂടി ഇവിടെ ഉണ്ടായ ഒരു സൗകര്യം, ന്യൂമറേറ്ററിന്റെ കോലം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇതാ ഈ ബ്രാക്കറ്റ് എ മൈനസ് ബി, ഈ ബ്രാക്കറ്റ് എ പ്ലസ് ബി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2 പ്ലസ് എക്സിന്റെ സ്ക്വയർ 2 പ്ലസ് എക്സ് മൈനസ് 2ന്റെ സ്ക്വയർ 4 ഓൾ ഡിവൈഡഡ് ബൈ, ക്ലിയർ അല്ല അത്? എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് 2 പ്ലസ് എക്സിന്റെ സ്ക്വയർ 2 പ്ലസ് എക്സ് മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4. ഡിനോമിനേറ്റർ ഒന്നും ചെയ്യണ്ട, അതങ്ങനെ തന്നെ വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എക്സ് എന്ന് 4 മൈനസ് ചെയ്യാം. 2 മൈനസ് 4 എന്ന് പറയുമ്പോൾ മൈനസ് 2 ആവും. എക്സ് പ്ലസ് ഉണ്ടാവും. അപ്പൊ അത് എക്സ് മൈനസ് 2 ആവും. എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് 2. ഇപ്പോ കോമൺ ഫാക്ടർ വന്നോന്ന് വെച്ചാല് ന്യൂമറേറ്ററിൽ എക്സ് മൈനസ് 2 വന്നു. ഡിനോമിനേറ്ററിൽ ഇവിടെ ഇൻറ്റു ആയിട്ട് 2 മൈനസ് എക്സ് ഉണ്ട്. എക്സ് മൈനസ് 2ഉം 2 മൈനസ് എക്സും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് മറ്റേ നെഗറ്റീവാ. നമുക്ക് ചെയ്യാൻ പറ്റുക ആ എക്സ് മൈനസ് 2നെ മൈനസ് ഓഫ് ഇട്ടിട്ട് 2 മൈനസ് എക്സ് എന്ന് വായിക്കാം. ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് 2. ക്ലിയർ അല്ലേ? എക്സ് മൈനസ് 2നെ മൈനസ് ഓഫ് 2 മൈനസ് എക്സ്. ഈ 2 മൈനസ് എക്സ് കോമൺ ഫാക്ടർ വന്നു. കണ്ടോ? റാഷണലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കോമൺ ഫാക്ടർ വരും. അത് ക്യാൻസൽ ചെയ്തു. അതോടുകൂടി ഇതിന്റെ 0/0 എന്ന പ്രശ്നം തീർന്നിട്ടുണ്ടാവും. ഒരു സ്റ്റെപ്പും കൂടി ലിമിറ്റിൽ എഴുതാണെങ്കിൽ എക്സ് ടെൻസ് ടു -1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 പ്ലസ് എക്സ് പ്ലസ് 2. Now you can give the value for x. X equal to 2 substitute ചെയ്യാം. അപ്പോൾ root of 2 plus 2 plus 2 that is equal to -1 divided by the root of 4 2 plus 2. The answer is -1/4. Okay. One more example. 3. Limit x tends to a. Root of 3a plus x minus 2 root x divided by root of 2a plus x minus root of 3x. Here x tends to a ആണ്. ആയിക്കോട്ടെ. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്നത് മേലൊരു എക്സ്പ്രഷൻ ഉണ്ട്, താഴെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ഇതിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാം. എക്സിന് വാല്യൂ കൊടുത്തു നോക്കുക. എക്സിന് എ കൊടുത്താൽ റൂട്ട് ഓഫ് 3a പ്ലസ് എ
റൂട്ട് ഓഫ് 4a. റൂട്ട് ഓഫ് 4a എന്ന് പറയുമ്പോൾ 2 റൂട്ട് എ. ഇവിടെ എക്സിനെ കൊടുക്കുമ്പോൾ 2 റൂട്ട് എ. 2 റൂട്ട് എ മൈനസ് 2 റൂട്ട് എ, അത് 0 ആവും. ഇവിടെ എക്സിനെ കൊടുക്കുമ്പോൾ റൂട്ടിനുള്ളിൽ 2a പ്ലസ് എ, 2a പ്ലസ് എ 3a. ഇവിടെയും റൂട്ട് ഓഫ് 3a. റൂട്ട് ഓഫ് 3a മൈനസ് റൂട്ട് ഓഫ് 3a 0. അപ്പൊ പ്രശ്നം നേരത്തെ 2 ക്വസ്റ്റ്യനിൽ വന്ന പോലെ തന്നെയാണ്, 0/0 ഫോമാണ്. കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും ഈ റൂട്ടോട് കൂടിയ എക്സ്പ്രഷൻ ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് ഡിനോമിനേറ്ററിൽ മാത്രമായിരിക്കും. ഇവിടെ ഇപ്പൊ അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. അപ്പൊ ഈ 2 എക്സ്പ്രഷനെയും റാഷണലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഒരു കോമൺ ഫാക്ടർ കട്ട് ചെയ്യാൻ വരുള്ളൂ. അത് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ 2ഉം റാഷണലൈസ് ചെയ്യണം എന്നർത്ഥം. അപ്പൊ ഒരുപാട് സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ കുറച്ച് എളുപ്പത്തിൽ കാണിച്ചു തരാം. ഈ എക്സ്പ്രഷനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഇൻഡു ചെയ്തു. അപ്പൊ ഇവിടെ എ മൈനസ് ബി ഉണ്ട്, നമ്മൾ എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്തു. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഈ എ മൈനസ് ബി എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3a പ്ലസ് എക്സ് മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 റൂട്ട് എക്സിന്റെ സ്ക്വയർ 4x. അപ്പൊ ഇത് ഇങ്ങനെ ആവാൻ നമ്മൾ എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്തിട്ടുണ്ട്. ഈ എ മൈനസ് ബിനെ ഇതിന്റെ എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എ പ്ലസ് ബി താഴെ ഇൻഡു ചെയ്യണമെന്ന് മറന്നു പോകരുത്. അപ്പൊ ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ്, അപ്പോഴാണ് അത് കറക്റ്റ് ആവുക. അതേപോലെ ഡിനോമിനേറ്ററിലെ എക്സ്പ്രഷനെ റാഷണലൈസ് ചെയ്യാൻ ഇവിടെ ഒരു എ മൈനസ് ബി ഉണ്ട്, നമ്മൾ എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്യുന്നു. എ മൈനസ് ബിന്റെ എ പ്ലസ് ബി പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ 2a പ്ലസ് എക്സ് മൈനസ് റൂട്ട് 3xന്റെ സ്ക്വയർ 3x. അപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ? ഈ എ മൈനസ് ബിന്റെ കറസ്പോണ്ടിങ് എ പ്ലസ് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ റൂട്ട് ഓഫ് 2a പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 3x അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ? ഈ എ മൈനസ് ബിനെ എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്യപ്പോഴാണ് ഇങ്ങനെ ആയത്. അപ്പൊ ആ എ പ്ലസ് ബി ഇവിടെ ഇൻഡു ചെയ്തു. ഈ എ മൈനസ് ബിനെ ഇതിന്റെ എ പ്ലസ് ബി കൊണ്ട് ഇൻഡു ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആയത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് എ പ്ലസ് ബി മുകളിൽ ഇൻഡു ചെയ്തു. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇവിടെ 3a പ്ലസ് എക്സ് മൈനസ് 4x. പ്ലസ് എക്സ് എന്ന് മൈനസ് 4x ചെയ്താൽ മൈനസ് 3x ആവും. അപ്പൊ 3a മൈനസ് 3x വരും. അത് 3 ഇൻറ്റു എ മൈനസ് എക്സ് എഴുതാം. 3 ഇൻറ്റു എ മൈനസ് എക്സ്. പിന്നെ ഇവിടെ ഉള്ള റൂട്ട് ഓഫ് 2a പ്ലസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് 3x. ഓക്കെ, ഇവിടെ 2a പ്ലസ് എക്സ് മൈനസ് 3x. 2a പ്ലസ് എക്സ് മൈനസ് 3x. അപ്പൊ 2a എക്സ് 3x കുറച്ചാല് മൈനസ് 2x. അപ്പൊ 2a മൈനസ് 2x. 2a മൈനസ് 2x എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എ മൈനസ് എക്സ് അല്ലേ? 2 ഇൻറ്റു എ മൈനസ് എക്സ് ഇൻറ്റു ഇവിടെ ഉള്ള റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ്. ഇതിങ്ങനെ തന്നെ എഴുതാം കേട്ടോ. അതാ കോമൺ ഫാക്ടർ എ മൈനസ് എക്സ് പോയി. അതോടുകൂടി ഇതിന്റെ 0/0 എന്ന പ്രശ്നം തീർന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സിന് വാല്യൂ കൊടുക്കാം, എ കൊടുക്കാം. അപ്പൊ 3 ഇൻറ്റു റൂട്ട് ഓഫ് 2a പ്ലസ് എ പ്ലസ് റൂട്ട് ഓഫ് 3a ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 3a പ്ലസ് എ പ്ലസ് 2 റൂട്ട് എ. എക്സിലോട്ട് എ കൊടുത്തു. 3 ഇൻറ്റു റൂട്ടിലുള്ള 2a പ്ലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 3a പ്ലസ് ഇവിടെയുള്ള റൂട്ട് ഓഫ് 3a ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇത് 3a പ്ലസ് എ 4a ആവും. റൂട്ട് ഓഫ് 4a എന്ന് പറയുമ്പോൾ 4ന്റെ റൂട്ട് 2 റൂട്ട് എ പ്ലസ് 2 റൂട്ട് എ ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് ഓഫ് 3a പ്ലസ് റൂട്ട് ഓഫ് 3a 2 ടൈംസ് റൂട്ട് ഓഫ് 3a. എക്സ് പ്ലസ് എക്സ് 2x. അതേപോലെ റൂട്ട് ഓഫ് 3a പ്ലസ് റൂട്ട് ഓഫ് 3a 2 ഇൻറ്റു റൂട്ട് ഓഫ് 3a ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 റൂട്ട് എ പ്ലസ് 2 റൂട്ട് എ 4 റൂട്ട് എ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 3 ഇൻറ്റു റൂട്ട് ഓഫ് 3a റൂട്ട് 3 ഇൻറ്റു റൂട്ട് എ എന്ന് എഴുതാം. ഇവിടെ 4 ഇൻറ്റു റൂട്ട് എ. ഈ റൂട്ട് എ ക്യാൻസൽ ആയിപ്പോയി. That is equal to 3 root 3 divided by 4. That is the last answer. Okay. അപ്പോൾ റാഷണലൈസേഷൻ മെത്തേഡിൽ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഇനി നമ്മൾ ലിമിറ്റ് ഇവാലുവേഷന്റെ 4ാമത്തെ റൂളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പേര് സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. ആദ്യത്തെ മെത്തേഡ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, പിന്നെ വന്നത് ഫാക്ടറൈസേഷൻ, പിന്നെ വന്നത് റാഷണലൈസേഷൻ. ഇപ്പൊ ഇനി സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്. എന്താണ് ഈ പറയുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവാലുവേഷൻ ഓഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് എക്സ് ആണ്. ഈ എഫ് എക്സിന്റെ സ്ഥാനത്ത് പലജാതി ഫംഗ്ഷൻസ് വരും, എന്റെ സ്ഥാനത്ത് നമ്പേഴ്സ് ഒക്കെ വരും. അതിൽ ഡയറക്റ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. മേലും താഴെ പോളിനോമിയൽ വരുമ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് രക്ഷപ്പെട്ടു വരുന്നു. സേർട്സ് മോഡൽ എക്സ്പ്രഷൻ വരുമ്പോൾ റാഷണലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. ഇനി വരാൻ പോകുന്നത് ആ 3ലും വരാത്ത പ്രോബ്ലംസ്. ഈ എഫ് എക്സ് എന്ന ഫംഗ്ഷന്റെ സ്ഥാനത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സീരീസ് വരും. അപ്പൊ അതിനെ പ്രോപ്പർ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് പരമാവധി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ നമുക്ക് ലിമിറ്റിന് ആൻസർ കിട്ടും. അത് കുറച്ച് സീരീസുകളൊക്കെ വേണം. എന്നാൽ ആ സീരീസുകൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആ ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്താണ് പ്രോബ്ലം ചെയ്യുക. അല്ലാതെ എല്ലാ പ്രോബ്ലത്തിനും സീരീസ് എക്സ്പാൻഡ് ചെയ്യാനൊന്നും ചെയ്യില്ല. സീരീസ് എക്സ്പാൻഷൻ മെത്തേഡിൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുലകൾ ഉണ്ടാക്കും. ആ ഫോർമുല പ്രോബ്ലത്തിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. അപ്പോ ഈ fx contains a series capable of being expanded, then after making proper expansion, simplifying, put the value x equal to a. അപ്പൊ നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ സീരീസ് വരിക. ആ സീരീസിനെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യും, സിംപ്ലിഫിക്കേഷൻ പരമാവധി ചെയ്യും, വാല്യൂ കൊടുക്കും. അവിടേക്ക് വേണ്ട കുറച്ച് സീരീസുകൾ പറഞ്ഞുതരാം. Some useful series are given below. ഈ സീരീസുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിനേഷൻ മാത്രം മാത്തമാറ്റിക്സ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ സീരീസ് എക്സ്പാൻഡ് ചെയ്യണം നിർബന്ധമില്ല. അതിൽ കൂടുതലായിട്ട് എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് JEE ഒക്കെ എഴുതി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഒക്കെ എഴുതി പോകാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ, അതായത് തുടർന്ന് മാത്തമാറ്റിക്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഈ സീരീസ് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ ഒരെണ്ണം ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും, ബാക്കിയുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയതായിരിക്കും. ഓക്കെ, അതിൽ ഒന്നാമത്തത്, ഇഫ് സ്മോൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N, നാച്ചുറൽ നമ്പർ ട്ടോ, a പ്ലസ് b ദ ഹോൾ റേസ് ടു n. ബൈനോമിയൽ തിയറം എന്നൊരു ചാപ്റ്ററിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടേം NC0 a raised to n. NC0 എഴുതണമെന്ന് നിർബന്ധമല്ല, a raised to n എഴുതിയാൽ മതി, കാരണം NC0 1 ആണ്. സെക്കൻഡ് ടേം NC1 a raised to n-1 into b. മൂന്നാമത്തത് NC2 a raised to n-2 into b square. അടുത്ത NC3 a raised to n-3 into b cube. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേം NCN 1 ആണ്, b raised to n. ഈ സീരീസ് നിങ്ങൾ ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും. അത് ഇവിടെ ഞാൻ പറയാനുള്ള കാരണം, ഇത് വെച്ചുകൊണ്ട് ഒരു ലിമിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. അടുത്ത ഞാൻ പറയാൻ പോകുന്ന സീരീസ് എക്സ്പോണൻഷ്യൽ സീരീസ് ബേസ് ഇ റൈസ് ടു എക്സിന് ഒരു സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. ഇ റൈസ് ടു എക്സ് എന്ന ഫംഗ്ഷനൊക്കെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഡൊമൈന്, റേഞ്ച്, ഗ്രാഫ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ പറയാൻ പോകുന്ന അതിന്റെ സീരീസ് എക്സ്പാൻഷൻ 1 പ്ലസ്
x by 1 factorial plus x square by 2 factorial plus നിങ്ങൾക്ക് തന്നെ പറയാത് എളുപ്പമാണ് x cube by 3 factorial plus x raised to 4 by 4 factorial plus etc. is an infinite series. ഇതാണ് e raised to x ന്റെ സീരീസ് എക്സ്പാൻഷൻ. എളുപ്പമല്ലേ ഓർക്കാൻ? ഇനി ഇവിടെ തേർഡ് വൺ പറയുന്നത് ഈ സീരീസിൽ ഈ ബേസിന് പകരം വേറെ ബേസ് വരാം. ഈ എന്ന് പറഞ്ഞാൽ 2.71828 അപ്രോക്സിമേഷൻ ഉള്ള ഒരു നമ്പർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈക്ക് പകരം ഏത് പോസിറ്റീവ് നമ്പറും വരാം. 2 വരാം, 10 വരാം, 5 വരാം, 2.5 വരാം, 1.6 വരാം. ഏത് പോസിറ്റീവ് നമ്പർ വന്നാലും സീരീസ് ഉണ്ട്. a raised to x നാണ് ഞാൻ പറയുന്ന സീരീസ് where a is a positive number. ഫസ്റ്റ് ടേം 1 തന്നെയാണ്. ഈ എക്സിന് പകരം ഇവിടെ എക്സ് ഇൻറ്റു ലോഗേ വരും. എക്സ് ഉള്ളിടത്തൊക്കെ എക്സ് ഇൻറ്റു ലോഗേ വരും. സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയം ആ ലോഗിന്റെ ബേസ് ഏതാ? ഒന്നും എഴുതി കാണുന്നില്ല ഇവിടെ. ഏതാത്ത ബേസ് നാച്ചുറൽ ലോഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബേസാ. അപ്പൊ ലോഗ് എ ടു ദ ബേസ് ഇ ആണ്. അപ്പൊ മൂന്നാമത്തെ ടേം എക്സ് ലോഗേന്റെ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. അടുത്തത് എക്സ് ലോഗേന്റെ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ ഇ റൈസ് ടു എക്സിൽ എന്താ ലോഗ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അവിടെ ലോഗ് ഇ ടു ദ ബേസ് ഇ അത് വണ്ണാ. അതുകൊണ്ട് ഇ ആവുമ്പോ അതിന്റെ ആവശ്യമില്ല, എഴുതിയിട്ട് കാര്യമില്ല, വണ്ണായി പോകും. അപ്പൊ എക്സ് മതി. എ ആവുമ്പോ എക്സിന് പകരം എക്സ് ലോഗെ ടു ദ ബേസ് ഇ. ഈ ലോഗേന്റെ ബേസ് ഇ ആണ്. നാലാമത്തെ സീരീസ് ഇഫ് എക്സിനൊരു ഡിമാൻഡ് ഉണ്ട് -1 ലെസ് ദാൻ എക്സ്, -1 ഇല്ല, അത് കഴിഞ്ഞിട്ട് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലോഗ് 1 പ്ലസ് എക്സിനാണ് സീരീസ്. ലോഗരിതമിക് സീരീസ് അതിന്റെ പേര് പറയാം. മറ്റേ രണ്ടും എക്സ്പോണൻഷ്യൽ സീരീസ് ആണ്. ഇത് ലോഗരിതമിക് സീരീസ് ആണ്. ഇതിന്റെ സീരീസ് എക്സ്പാൻഷൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ടേം എക്സ് ആണ്, എക്സ് മാത്രം. രണ്ടാമത്തെ ടേം മൈനസ് ആണ്, എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇല്ല കേട്ടോ. അടുത്ത എക്സ് ക്യൂബ് ബൈ 3, ദെൻ മൈനസ് എക്സ് റേസ്ഡ് ടു 4 ബൈ 4. അങ്ങനെ ആൾട്ടർനേറ്റ് പ്ലസ് മൈനസ് എക്സെട്ര. ഇറ്റ് ഈസ് ആൾസോ ആൻ ഇൻഫിനിറ്റ് സീരീസ്. ഇനി പറയാൻ പോകുന്ന സീരീസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയ സൈൻ എക്സിന് ഒരു സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. സൈൻ എക്സിന്റെ സീരീസ് എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടേം എക്സ് ബൈ 1 ഫാക്ടോറിയൽ. അടുത്ത ടേം എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അടുത്ത ടേം എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ. അപ്പൊ അടുത്ത നിങ്ങൾക്ക് തന്നെ പറയാം മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ എക്സെട്ര ഇൻഫിനിറ്റ് സീരീസ്. ഓഡ് പവറുകൾ അതിന്റെ ഫാക്ടോറിയൽ താഴെ ആൾട്ടർനേറ്റ് പ്ലസ് മൈനസ് അങ്ങനെ പോകും. സ്വാഭാവികമായിട്ടും എക്സ് സീറോന്റെ വളരെ അടുത്തുള്ള ഒരു നമ്പർ ആണെങ്കിൽ ഈ എക്സ് ക്യൂബും എക്സ് റേസ് ടു 5 ഒക്കെ വളരെ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് സൈൻ എക്സ് ഏകദേശം എക്സ് തന്നെയായിരിക്കും. അതായത് തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്നൊക്കെ നിങ്ങൾ ഫിസിക്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഈ പറയുന്നത്. എന്തായാലും ഈ സീരീസ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ദെൻ കോസെക്സിനും ഒരു സീരീസ് ഉണ്ട്. അത് നമ്മൾ ലിമിറ്റ് ഒന്നും ഡിറൈവ് ചെയ്യുന്നില്ല, എന്നാലും അത് പറഞ്ഞുതരാം. ഇതിന്നാണ് ഒരു ലിമിറ്റ് ഉണ്ടാക്കുന്നത്. കോസെക്സിന്റെ സീരീസ് ഫസ്റ്റ് ടേം 1, അടുത്ത മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, അടുത്ത പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ, മൈനസ് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ. അപ്പൊ ഈവൺ പവർ അതിന്റെ ഫാക്ടോറിയൽ താഴെ ആൾട്ടർനേറ്റ് പ്ലസ് മൈനസ് അങ്ങനെ പോകും. ഫസ്റ്റ് ടേം 1. അപ്പൊ എക്സ് വളരെ വളരെ ചെറിയ നമ്പർ ആണ്, സീറോന്റെ വളരെ അടുത്തുള്ള നമ്പർ ആണെങ്കിൽ cos x will be approximately equal to 1. sin x x ആണെങ്കിൽ cos x 1 ആയിരിക്കും. x സീറോന്റെ വളരെ അടുത്തുള്ള നമ്പർ ആണെങ്കിൽ മാത്രം കേട്ടോ. എനിവേ ഈ സീരീസുകൾ നമ്മൾ ശ്രദ്ധിച്ചു വെക്കാം. ഇനി ഇത്രയും സീരീസുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ഫോർമുലകൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് ഇനി ഉണ്ടാക്കുന്ന ഫോർമുലകൾ, സ്റ്റാൻഡേർഡ് ലിമിറ്റ് ഒരു 7 എണ്ണം ഞാൻ പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈഹാർട്ട് ചെയ്താലേ ഇനി നമുക്ക് ലിമിറ്റിലെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ. സം സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്. ഒന്നാമത്തത്, ഇഫ് n is a natural number belongs to capital N,
ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഓക്കെ, എക്സ് അങ്ങോട്ട് ടെൻഡ് ചെയ്യണ എയിലേക്ക്. എന്നിട്ട് ഫംഗ്ഷന്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ആൻസർ ഈസ് n into a raised to n minus 1. n into a raised to n minus 1. അതാണ് ഫോർമുല ടു ബൈ ഹാർട്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവണം എങ്ങനെ ഇപ്പൊ ഇത് സംഭവിച്ചത് സംശയം വരും. സത്യത്തിൽ നിങ്ങൾക്ക് ഈ ഫോർമുല മതി, പക്ഷെ എങ്ങനെ വന്നതും കൂടി ഒന്ന് മനസ്സിലായാൽ കുറച്ചുകൂടി ഒരു ധൈര്യം ഉണ്ടാവും പഠിക്കാൻ. അപ്പൊ ഞാനിത് എങ്ങനെ വന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഉള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഏറ്റവും ആദ്യം ഇതിന്റെ അസുഖം എന്താന്ന് ടെസ്റ്റ് ചെയ്യണം. എക്സിന് എ കൊടുക്കുമ്പോ എ റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബിക്കം 0. ഡിനോമിനേറ്ററിൽ എ മൈനസ് എ 0. ആ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ലിമിറ്റിന് ആൻസർ ഇല്ല എന്ന് പറയാൻ പറ്റൂല. അതാണ് ലിമിറ്റിന്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലും ലിമിറ്റിന് ആൻസർ ഉണ്ടാവും. നമ്മൾ നേരത്തെ 2-3 മെത്തേഡിലൊക്കെ 2 മെത്തേഡിൽ ഈ അവസ്ഥ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ മെത്തേഡ്, റാഷണലൈസേഷൻ മെത്തേഡ്. ഇതിപ്പോ n പോസിറ്റീവ് ഇന്റിജർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിലുള്ളത് പോളിനോമിയൽ ആണ്. പക്ഷെ ഈ n ഇപ്പൊ വളരെ വലിയ നമ്പറൊക്കെ ആവാം, ഏത് പോസിറ്റീവ് ഇന്റിജറും ആവാം. അതുകൊണ്ട് ഇത് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഫോർമുല വലിയ നമ്പറൊക്കെ വരുമ്പോ ഫോർമുല ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്കല്ല പോകുന്നത്. പകരം ഞാനിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് മുന്നോട്ട് വന്ന് ഒരു സീരീസ് എക്സ്പാൻഡ് ചെയ്യാൻ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത് പുട്ട് എക്സ് മൈനസ് എ ഈസ് ഈക്വൽ ടു ഒറ്റ പേരിടുക എച്ച് ആയിക്കോട്ടെ. എക്സ് മൈനസ് എനെ ഞാൻ എച്ച് എന്ന് പേരിട്ടു. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ആസ് എക്സ് ടെൻസ് ടു എ എച്ച് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുക. എക്സ് എന്റെ അടുത്തേക്ക് നീങ്ങുമ്പോ എച്ചിന് എന്താ സംഭവിക്കുക? വളരെ സിമ്പിളാ. ആരാ എച്ച്? എക്സ് മൈനസ് എ ആണ്. എക്സ് മൈനസ് എന്റെ പേരാണ് എച്ച്. അപ്പൊ എക്സ് എന്റെ അടുത്തേക്ക് വരുമ്പോ എച്ച് 0ന്റെ അടുത്തേക്ക് പോകും. കാരണം എ മൈനസ് എ ആരാ? എ മൈനസ് എ 0 ആണ്. അപ്പൊ എച്ച് വിൽ ടെൻസ് ടു 0. ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വെക്കുക. ആൾസോ എക്സ് ഈസ് ഈക്വൽ ടു ദ എക്സ് മൈനസ് എന്റെ പേര് എച്ച് ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ആണ്. അത്രയും മാറ്റങ്ങൾ ഇങ്ങോട്ട് കൊടുക്കാം. നമുക്ക് ലിമിറ്റിലേക്ക് തിരിച്ചു വരാം. എക്സ് ടെൻസ് ടു എക്ക് പകരം എച്ച് ടെൻസ് ടു 0. എച്ച് ടെൻസ് ടു 0. ഈ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് എ എന്നത് എച്ച് ആയിട്ടുണ്ട്. ഇതിനൊറ്റ പേരാണ് എച്ച്. ഇനി ഇവിടെ ഉള്ളത് എക്സിന്റെ പവറിൽ n ഉണ്ട്. എക്സ് മാറി എച്ച് ആവണം. എക്സ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ആ. അപ്പൊ എക്സ് റേസ് ടു n പകരം എ പ്ലസ് എച്ച് റേസ് ടു n ആവും. മൈനസ് ഇവിടെ ഉള്ള എ റേസ് ടു n അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴും ഇതിന്റെ രോഗം ഒരു മാറ്റമില്ലാതെ തുടരുകയാണ്. 0/0 ഫോം തന്നെയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ചോദിച്ചാൽ ഇവിടെയാണ് സീരീസ് എക്സ്പാൻഷൻ. എന്താ സീരീസ് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്? എ പ്ലസ് എച്ചിന് റേസ് ടു n വേർ n ഈസ് എ പോസിറ്റീവ് ഇന്റീജർ. എ പ്ലസ് ബി റേസ് ടു n പകരം എ പ്ലസ് എച്ച് റേസ് ടു n. അപ്പൊ നമ്മുടെ ബൈനോമിയൽ തിയറം വെച്ചിട്ട് ആ സീരീസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ that will be equal to limit h tends to 0 nc0 a raised to n. nc0 1 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം a raised to n പ്ലസ് രണ്ടാമത്തെ ടേം nc1 a raised to n minus 1 into h പ്ലസ് nc2 a raised to n minus 2 into h square plus nc3 a raised to n minus 3 h cube plus etc. Last term ncn h raised to n. ncn 1 ആണ്. അപ്പൊ h raised to n. പിന്നെ നേരത്തെ ഇവിടെ ഉള്ള മൈനസ് a raised to n all divided by denominator h. അപ്പോൾ നമ്മൾ a plus h raised to n നെ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അതോടുകൂടി ഈ a raised to n
ഈ മൈനസ് എ റൈസ് ടു എന്നും കൂടി ക്യാൻസലായി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സൗകര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയുള്ള എല്ലാ ടേമിലും ഇവിടെ ഒക്കെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് സ്ക്വയർ ഉണ്ട്, ഇവിടെ എച്ച് ക്യൂബ് ഉണ്ട്, അടുത്തതിൽ എച്ച് റൈസ് ടു 4 അങ്ങനെ പോയിട്ട് ലാസ്റ്റിൽ എച്ച് റൈസ് ടു n. അപ്പൊ എല്ലാ ടേമിലും എച്ച് കോമൺ ഫാക്ടർ ഉണ്ട്. എച്ചിനെ പുറത്തെടുത്താൽ ഫസ്റ്റ് ടേമിൽ NC1 a raised to n minus 1, രണ്ടാമത്തെ ടേമിൽ NC2 a raised to n minus 2. ഈ എച്ച് സ്ക്വയറിന് എച്ച് പുറത്തേക്ക് വന്നാൽ അവിടെ എച്ച് ബാക്കി ഉണ്ടാവും. അടുത്തതില് NC3 a raised to n minus 3 എച്ച് സ്ക്വയർ അവിടെ ഉണ്ടാവും, എച്ച് ക്യൂബിന്ന് എച്ച് പുറത്തു വന്നു, പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടേം എച്ച് റൈസ് ടു n. എച്ച് റൈസ് ടു n എന്ന് എച്ച് പുറത്തേക്ക് എടുത്ത സ്ഥിതിക്ക് അവിടെ എച്ച് റൈസ് ടു n minus 1 ഉണ്ടാവും, ഡിവൈഡഡ് ബൈ എച്ച്. ക്ലിയർ അല്ലേ? എച്ച് റൈസ് ടു n എന്ന് എച്ച് പോന്ന എച്ച് റൈസ് ടു n minus 1. അപ്പൊ കോമൺ ഫാക്ടർ വന്നല്ലോ. മേലിതായി അതാ ഒരു കോമൺ ഫാക്ടർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തത്. ഇത് ക്യാൻസൽ ആയി പോയി എച്ച്. അടുത്ത സ്റ്റെപ്പില് നിങ്ങൾക്ക് ലിമിറ്റ് കിട്ടാൻ പോവാ. ഇനി എച്ചിന് 0 ഇട്ടാൽ മതി. ഇനി എച്ചിന് 0 ഇട്ടാൽ സെക്കൻഡ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ടേമും 0 ആവും. കാരണം ഇവിടെ എച്ച് 0, അപ്പൊ 0 ഇൻറ്റു ആവും. ഇവിടെ എച്ച് സ്ക്വയർ, അപ്പൊ 0 സ്ക്വയർ, 0 ക്യൂബ് അങ്ങനെ പോകും. അപ്പൊ സെക്കൻഡ് മുതൽ മേലോട്ടുള്ള എല്ലാ ടേമും 0 ആവും. ഈ ടേം ഉണ്ടാവാം NC1 a raised to n minus 1 plus 0 plus 0 plus etc. ഒക്കെ 0 ആയിപ്പോ. NC1 ന്റെ വാല്യൂ n ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n തിങ്സ് ടേക്കൺ വൺ അറ്റ് എ ടൈം, അത് n ആണ്. NC1 n ആണ്. n into a raised to n minus 1. അപ്പൊ ലിമിറ്റ് x tends to a, x raised to n minus a raised to n divided by x minus a, ആൻസർ n into a raised to n minus 1. ഇവിടെ ഞാൻ n ഒരു പോസിറ്റീവ് ഇന്റീജർ എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇനി ഈ റിസൾട്ട് n പോസിറ്റീവ് ഇന്റീജറിന് പകരം റാഷണൽ നമ്പർ ആയാലും ശരിയാണ്, നെഗറ്റീവ് ഇന്റീജർ ആവുമ്പോഴും ശരിയാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ഡിമാൻഡ് ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അവിടെ a പോസിറ്റീവ് ആവണം. അതിന്റെ പ്രൂഫ് നിങ്ങളെ സിലബസിൽ പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ ആ റിസൾട്ട് ഉപയോഗിച്ചോളുണ്ടോ. എന്താ നോട്ട് എന്ന് വെച്ചാൽ the above result is also true. The above result is also true when n is a rational number. അവിടെ കണ്ടീഷൻ provided a greater than 0. എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ അതില്ലെങ്കിൽ ചിലപ്പോ ആൻസർ റിയൽ നമ്പർ അല്ലാതായി പോവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്നിന് റാഷണൽ നമ്പർ 3/2 ആണ്, എ ഒരു നെഗറ്റീവ് നമ്പർ ആയി വിചാരിക്കുക. എ നെഗറ്റീവ് നമ്പർ ആണ്, -4 ആണ്. അപ്പൊ n into a raised to n minus 1 കാൽക്കുലേറ്റ് ചെയ്താൽ 3/2 into -4 raised to 3/2 minus 1. That is equal to 3/2 into -4 raised to 1/2. That is equal to 3/2 into root of -4. റൂട്ട് -4 നിങ്ങൾക്ക് അറിയാം റിയൽ നമ്പർ അല്ല, റിയൽ നമ്പർ അല്ല. നമുക്ക് ഈ റിയൽ നമ്പറിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്, റിയൽ നമ്പർ അല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ നമ്മൾ റാഷണൽ നമ്പർ വരുമ്പോൾ റിസൾട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതിപ്പോ പോസിറ്റീവ് 4 ആണെങ്കിൽ ഈ പ്രശ്നം വരില്ല. നമുക്ക് നിങ്ങൾ ഇവിടെ +4 ആണ്, √4 അല്ലേ വരിക. √4 നമുക്ക് റിയൽ നമ്പർ കിട്ടുമല്ലോ. അപ്പൊ റിസൾട്ട് ശ്രദ്ധിച്ചു വെക്കുക. ലിമിറ്റ് x tends to a, x raised to n minus a raised to n divided by x minus a ന്റെ വാല്യൂ n മുന്നിലേക്ക് വരും. n into a ന്റെ പവറില് n minus 1 ആവും. ഓക്കെ, സ്റ്റാൻഡേർഡ് ലിമിറ്റിൽ രണ്ടാമത്തത് ലിമിറ്റ് x tends to 0, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ടു ദ ബേസ് e raised to x കഴിഞ്ഞില്ല, അതിന് -1 ഉണ്ട്, -1 e raised to x -1 all divided by x. The answer is 1. It's another important limit. അപ്പൊ ഫംഗ്ഷൻ ഏതാ? e raised to x ഒന്ന് മൈനസ് ചെയ്യുക,
ഡിവൈഡ് ബൈ എക്സ് എടുക്കുക, എന്നിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് 0 എടുത്താൽ ദാറ്റ് ലിമിറ്റിംഗ് ആൻസർ ഈസ് 1 എന്നാ പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രൂഫുകള് എക്സാമിനേഷന് വേണ്ടി പഠിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ബോധ്യമാകാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ ഉള്ളത്. നമുക്ക് ഇവാലുവേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് കൊടുക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്. അപ്പൊ e⁻0 1 ആണ്, 1 - 1 0 ആണ്, 0 ഡിവൈഡ് ബൈ 0 എന്നൊരു രോഗമാണ്. അപ്പൊ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക e⁻x ഒരു സീരീസ് ഉണ്ട്, ആ സീരീസ് അവിടെ കൊടുക്കാം. സീരീസ് വെച്ചിട്ട് e⁻x എഴുതുമ്പോൾ ഞാൻ മുകളിൽ എഴുതി തന്നിരുന്നു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അതിൽ നിന്ന് -1, അതിവിടെ ഉള്ള -1 ആകട്ടോ, e⁻x -1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ഈ സീരീസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ചെറിയ സൗകര്യം, അവിടെ ന്യൂമറേറ്ററിൽ ഒരു 1 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ചാൻസ് കിട്ടി. 1 ഇവിടെ പ്ലസും ഇവിടെ മൈനസും. അപ്പൊ അടുത്ത സ്റ്റെപ്പോട് കൂടി നമുക്ക് ലിമിറ്റിന് ആൻസർ കിട്ടും. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, ഇനി എല്ലാ ടേമിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ എക്സ്, ഇവിടെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, x⁴ അങ്ങനെയല്ലേ പോകുന്നത്. എക്സിനെ പുറത്താക്കാം. എക്സ് പുറത്തേക്ക് വന്നാൽ 1/1 ഫാക്ടോറിയൽ പ്ലസ് ഇവിടുന്ന് എക്സ് വന്നാൽ ഇവിടെ x/2 ഫാക്ടോറിയൽ, ഇവിടെ x²/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ഇപ്പൊ നമുക്കൊരു കോമൺ ഫാക്ടർ കട്ട് ചെയ്യാൻ കിട്ടിയല്ലോ. ആ ഒരു ക്യാൻസലേഷനോട് കൂടി എക്സ് പോയി, ഈ രോഗം മാറും, 0/0 ഫോം മാറും. ഇനിയുള്ള എക്സിന് 0 നമ്മൾ കൊടുക്കുമ്പോ ഇവിടെ എക്സ് ഈ ഫസ്റ്റ് ടേം കഴിഞ്ഞ് സെക്കൻഡ് മുതൽ മേലോട്ടുള്ള എല്ലാ ടേമിലും എക്സും അതിന്റെ പവേഴ്സും ഉണ്ടാവും, അതെല്ലാം 0 ആയി പോകും. ഇവിടെ എന്താ ബാക്കിയാവുക, ഫസ്റ്റ് ടേം ആണ് ബാക്കിയാവും. 1/1 ഫാക്ടോറിയൽ, ഇവിടെ 0 0 0 ഒക്കെ 0 ആവും, ഒന്നും വേണ്ട. 1/1 ഫാക്ടോറിയൽ, 1 ഫാക്ടോറിയൽ നിങ്ങൾക്ക് അറിയാം 1 ആണ്. സോ ദ ലിമിറ്റിംഗ് ആൻസർ ഈസ് 1. ഓക്കെ, ഇപ്പൊ 2 ലിമിറ്റ് ആയി. ഒന്ന് extends to a x⁻n minus a⁻n by x minus a n into a⁻n minus 1. 2 ലിമിറ്റ് extends to 0 e⁻x minus 1 by x equal to 1. ഇനി ഇതിപ്പോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ബേസ് ഇക്ക് പകരം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ തന്നെ ബേസ് a വന്നാൽ extends to 0, ഇക്ക് പകരം ബേസ് a എന്താന്ന് ഞാൻ പറയാം. ഈന്റെ വിലക്ക് പിന്നെ അഭിപ്രായ വ്യത്യാസമല്ല, ഈക്കൊരു വില ഉള്ളൂ. അത് നമ്മളെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. 2.71828 നമ്പർ, അതിന്റെ ഒരു സീരീസ് ഒക്കെ വേറെ ഉണ്ട്. ആ നമ്പറാണ് ഈ എ. എന്താന്നുള്ളത് നമുക്ക് എ അങ്ങനെ നമ്പർ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. എനെ പറ്റി ഞാൻ പറയാം. ഇതിന്റെ ആൻസർ ആദ്യം പറയട്ടെ. ഈക്ക് പകരം എ വന്നിരിക്കുന്നു, a⁻x minus 1 by x log a. ബേസ് വേണമെങ്കിൽ എഴുതാം, നാച്ചുറൽ ലോഗ് ആണ്, ബേസ് ഇ ആണ്. എന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഒരു ഡിമാൻഡ് ഉണ്ട്, എനി പോസിറ്റീവ് നമ്പർ. ഇഷ്ടം പോലെ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് ഏത് വന്നാലും ഈ ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ 2 ആണ് എക്ക് പകരമെങ്കിൽ log 2, 10 ആണെങ്കിൽ log 10, 1.5 ആണ് log 1.5. ബേസ് ഇ നമ്മൾ പറയോ എഴുതൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ എഴുതിയുള്ളൂ. അപ്പോ ഇക്ക് പകരം പോസിറ്റീവ് നമ്പർ എ വന്നാൽ ആൻസർ log a ആണ്. ഇതിനും ഒരു പ്രൂഫ് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 a⁻x എന്ന് -1 ഡിവൈഡ് ബൈ എക്സ്. ഡയറക്ട്ലി ഇതും ടേക്സ് ദ ഫോം 0/0. നമ്മുടെ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡിലേക്ക് പോവുകയാണ്. e⁻xന് ശേഷം a⁻xന് സീരീസ് പറഞ്ഞിട്ടുണ്ട്. 1 പ്ലസ് എക്സിന് പകരം x log a by 1 ഫാക്ടോറിയൽ, അടുത്ത ടേം x log a ന്റെ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ, അടുത്ത ടേം x log a ന്റെ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് a⁻x ന്റെ സീരീസ്. അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യണം, -1. ദാറ്റ് ഓൾ ഡിവൈഡഡ് ബൈ x. ഓക്കെ, നേരത്തെ x വന്നിടത്തൊക്കെ x log a വരും. നേരത്തെ പോലെ തന്നെ 1 ക്യാൻസൽ ആയി. ഈ എല്ലാ ടേമൊന്നും കോമൺ ആയിട്ട് എന്ത് പുറത്തെടുക്കാൻ നോക്കിയേ,
ഇതിൽ എല്ലാ ടേമും കോമൺ ആയിട്ട് നേരത്തെ നമ്മൾ എക്സ് എടുത്തതിന് പകരം ഇവിടെ എക്സ് ഇൻറ്റു ലോഗ് എ പുറത്തെടുക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഇൻറ്റു ലോഗ് എ പുറത്തു വന്നാൽ ഇവിടെ 1/1 ഫാക്ടോറിയൽ, അടുത്ത ടേമിൽ എക്സ് ലോഗ് എ ബൈ 2 ഫാക്ടോറിയൽ, അടുത്ത ടേമിൽ എക്സ് ലോഗ് എന്റെ സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര, ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നേരത്തെയുള്ള എക്സ്. അതോടുകൂടി നമുക്ക് കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്യാൻ വന്നു. നേരത്തെ പോലെ തന്നെ എക്സിനെ ക്യാൻസൽ ചെയ്യാം. ഇനി ഉള്ള എക്സിന് 0 കൊടുത്താൽ ആ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവും. അപ്പൊ ലോഗ് എ ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1/1 ഫാക്ടോറിയൽ, ഇവിടെ അങ്ങോട്ടൊക്കെ 0 ആയി പോകും കാരണം എക്സിന് 0 കൊടുത്താൽ. അപ്പൊ ലോഗ് എ ഇൻറ്റു 1/1 ഫാക്ടോറിയൽ 1, അത് ലോഗ് എ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ബേസ് വേണം നിർബന്ധമുണ്ടെങ്കിൽ ലോഗ് എ ബേസ് ഇ ആണ്. അപ്പൊ 3 സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി ഒരു 4 സ്റ്റാൻഡേർഡ് ലിമിറ്റും കൂടി പറയാനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.